ഹായ് ഹലോ എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ ഇതേതൊരു സംഭവം കണ്ടില്ലേ, ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് നല്ല അടിപൊളി വെജിറ്റബിൾസ് ആണ് കേട്ടോ, മീനൊന്നല്ല. കാണുമ്പോൾ നമുക്ക് തോന്നും മീനോ ഇറച്ചിയോ അങ്ങനെയൊക്കെ, പക്ഷേ ഇത് രണ്ടുമല്ല, നല്ല അടിപൊളി ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ക്യാരറ്റ് ഞാൻ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. അപ്പോൾ ഉപ്പേരി വെച്ചിട്ട് ഇന്നിപ്പോൾ വലിയ കാര്യമില്ല, അപ്പോൾ ഇങ്ങനെ ഒരു വെറൈറ്റിയിലാണ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനിയിപ്പോൾ ഇത് സ്കൂളിലേക്ക് കൊടുത്തു വിടാനും പറ്റും, നമ്മൾ സ്നാക്സ് ബോക്സിലാക്കിയിട്ട് കൊടുത്തു വിടാനും എല്ലാത്തിനും പറ്റും കേട്ടോ. അത്രയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്, നല്ല ഹെൽത്തി ആണ് എന്നും പറയാം, കാരണം ക്യാരറ്റ് ആണല്ലോ. അപ്പോൾ ഇത് നമ്മൾ രണ്ട് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ക്യാരറ്റൊക്കെ അവിടെ മാറ്റി വെച്ചിരിക്കണ്. 2 ക്യാരറ്റ് എടുത്ത് അതിൻ്റെ തോലൊക്കെ കണ്ട് കളഞ്ഞതിൻ്റെ ശേഷം ഈ ഒരു സംഭവത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ചീകി എടുക്കുകയാണ്. കാരണം ഇത് കത്തി കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത്ര പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിക്ക് കിട്ടുള്ളൂ. അങ്ങനെ നമ്മളിതേ 2 ക്യാരറ്റിനെയും ഈ ലെവലിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഐറ്റംസൊക്കെ വേണം. അപ്പോൾ അതിന് ഫസ്റ്റ് എടുത്തേക്കുന്നത് സവോളയാണ്. അപ്പോൾ ഒരു സവോള എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഇതൊക്കെ കണ്ട് കളഞ്ഞതിൻ്റെ ശേഷം നമ്മളിതേ കൊത്തി അരിയാണ് കേട്ടോ. നമ്മൾ മുട്ടയിലേക്കൊക്കെ അരിയില്ലേ, അതുപോലെ അരിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ ഇത് അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്തതിൻ്റെ ശേഷം നമുക്ക് ഇനി വേണ്ടത് പച്ചമുളകാണ് കേട്ടോ. കാരണം എരിവിന് അത്യാവശ്യം നമുക്ക് പച്ചമുളക് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൊണ്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വലിയവരൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പച്ചമുളകൊക്കെ ഇട്ടാൽ കഴിക്കുന്ന സമയത്ത് ഒരു കടി കടിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റൊക്കെ തന്നെയാണ്. അത് ചോറിൻ്റെ കൂടെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഒരു എരിവ് നല്ലതാണല്ലോ. എന്നാൽ പിന്നെ കിടക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഞാനൊരു പച്ചമുളക് അത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കുനുകുനാന്ന് അങ്ങോട്ട് അരിഞ്ഞിട്ട് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് തലേ ദിവസം അരച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ടായിരുന്നതാണ്. നോക്കുമ്പോൾ ഇതിൽ ഇഞ്ചിയാണ് കാണുന്നത്, പക്ഷേ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചതായിരുന്നു കേട്ടോ. അപ്പം എന്നാൽ പിന്നെ അതിൽ നിന്നുകൊണ്ട് ഒരു ടേബിൾ സ്പൂണോളൊക്കെ എടുത്തിട്ട് അതും കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലും കറിവേപ്പിൻ്റെ ഇലയൊക്കെ വേണം. അപ്പം എൻ്റെയൊക്കെ കറിവേപ്പില ഇല്ലാത്ത കാരണം ഞാനിതേ കുറച്ച് മല്ലിയില എടുത്തിട്ട് അതിനെയും കൊത്തി അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ട മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമൊക്കെ തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട കാരണം എരിവില്ലാത്ത മുളക് പൊടി ഇടുകയാണെങ്കിൽ നന്നു. അപ്പോൾ എരിവുള്ളതാണെങ്കിൽ നമുക്ക് വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുക. അങ്ങനെ മുളക് പൊടി ഇട്ടതിന് ശേഷം ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ അതേ അരിപ്പൊടിക്ക് അളവ് എന്ന് പറയാനൊന്നുമില്ല കേട്ടോ. കാരണം നമുക്കതാണ്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല അങ്ങോട്ട് കുഴഞ്ഞ് കിട്ടണം. എന്നാലും അരിപ്പൊടി കൂടാനും പാടില്ല, കാരണം ക്യാരറ്റ് മുന്നിൽ നിൽക്കണം. ആ രീതിക്ക് കണ്ടിട്ട് വേണം നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ആദ്യം കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ അങ്ങോട്ട് ഒതുങ്ങി കിട്ടോളം നല്ലോണം കൈ വെച്ചിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കണം. കാരണം ഈ കുഴക്കണയിലാണ് നമുക്കിത് നല്ല രീതിക്ക് വരുള്ളൂ. അങ്ങനെ നമ്മളിതേ നല്ല ബലത്തിൽ അങ്ങോട്ട് കുഴച്ച് ഇതേ എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് കുഴഞ്ഞ് കിട്ടണമെങ്കിൽ നമുക്ക് തുള്ളി വെള്ളം ചേർത്ത് കൊടുക്കണം, അല്ലാണ്ട് ഇത് കുഴഞ്ഞ് കിട്ടില്ല. അപ്പോൾ ലേശം വെള്ളം തെളിച്ചിട്ട് പിന്നെ അങ്ങോട്ട് കുഴക്കുകയാണ് കേട്ടോ. അങ്ങനെ കുഴക്കൽ പരുവം ഇവിടെ കഴിയാനായിക്കണ്, ഏകദേശം പാകത്തിനായിക്കണ് കേട്ടോ. എന്നാലും എനിക്ക് കുറച്ചും കൂടി അരിപ്പൊടി വേണ്ടി വന്നിട്ടുണ്ട്, കാരണം എന്താണ് സെറ്റായി കിട്ടണില്ല. അപ്പം ഞാൻ കുറച്ചും കൂടി അരിപ്പൊടി അങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വേണം ഇനി ഇത് നന്നായിട്ടൊന്ന് അങ്ങോട്ട് കുഴച്ച് നമ്മളാണ്ട് ബോളാക്കി എടുക്കണം. അപ്പോൾ നല്ലോണം കൈവച്ച് തിരുമ്പുമ്പോഴാണ് കേട്ടോ ക്യാരറ്റൊക്കെ അങ്ങോട്ട് ഉടഞ്ഞ് ആ പരുവത്തിൽ അങ്ങോട്ട് ആവുള്ളൂ. അപ്പോൾ നമ്മൾ തുള്ളി വെള്ളം കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾക്ക് കൈവച്ച് കുഴക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും ഇതിന് എത്രത്തോളം വെള്ളം വേണം. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ നമുക്ക് കൈവച്ച് കുഴക്കുമ്പോൾ തന്നെ അറിയും ലൂസായി പോയി. അങ്ങനെ ലൂസായി പോയി തോന്നി പിന്നെ കുറച്ചും കൂടി നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. പക്ഷേ അരിപ്പൊടി മുന്നിട്ട് നിൽക്കാനും പാടില്ല, എന്നാൽ നമ്മളിത് ചുട്ടെടുക്കണ സമയത്ത് അത്ര ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ക്യാരറ്റ് തന്നെ മുന്നിൽ നിൽക്കണം. അങ്ങനെ അതേ നമ്മളിത് കുഴച്ച് ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വല്ലാണ്ട് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല കേട്ടോ. അത് ഇങ്ങനെ കുറേശ്ശെ എടുക്കുക, കയ്യിൽ വെച്ചിട്ട് അമർത്തിയിട്ട് നമുക്കൊരു ഷേപ്പാക്കി അങ്ങോട്ട് എടുക്കണം. ഷേപ്പാക്കി എടുത്ത് നമ്മളൊരു പാത്രത്തിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇങ്ങനെ കുഴക്കും ഇങ്ങനെ ആക്കുമ്പോൾ നല്ലൊരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞേ, ഇങ്ങനെ കൈ കൊണ്ട് കയ്യിൽ വെച്ചിട്ട്
ഷേപ്പാക്കി ഇങ്ങനെ എടുത്തിട്ട് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ നല്ല എണ്ണ അങ്ങോട്ട് ചൂടായി വരുമ്പോൾ എണ്ണയിലിട്ടിട്ട് അങ്ങോട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് തീ കൂട്ടിയും കുറച്ചൊക്കെ അങ്ങോട്ട് വെച്ചതിൻ്റെ ശേഷം നമ്മളിത് അങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാതും ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ എണ്ണയും ചൂടാക്കാൻ വെച്ചിരിക്കണേ. ഇനിയിപ്പോൾ അതിനെ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും എടുത്തിട്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് എടുത്ത് മാറ്റേ വേണ്ടുള്ളൂ. അപ്പം നമ്മൾ അടിപൊളി ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്നാക്ക് എന്നും പറയാം, അത് ചോറിൻ്റെ കൂടിയും കഴിക്കാം. അത്രയ്ക്ക് നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.